നവകേരള ബസ് വീണ്ടും നിരത്തിലേക്ക്. രൂപമാറ്റം വരുത്തിയ ബസ് ബംഗളൂരുവിൽ നിന്നും കോഴിക്കോട് എത്തിച്ചു. കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ സർവീസ് പുനരാരംഭിക്കും. 2023 നവംബർ 18-നാണ് ഏറെ വിവാദം സൃഷ്ടിച്ച നവകേരള ബസ് ആദ്യമായി നിരത്തിലിറങ്ങിയത്. 2024 ജൂണിൽ ബസ് പൊതുജനങ്ങൾക്കായി നിരത്തിലേക്ക് എത്തിച്ചെങ്കിലും നവകേരള ബസിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും ചർച്ചകളും അവസാനിച്ചിരുന്നില്ല. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന സർവീസുകളിലെ മുടക്കവും സമയക്രമവും ബസ് ചാർജും എല്ലാം വലിയ രീതിയിൽ ചർച്ചയായി. പിന്നീട് ജൂലൈയിൽ ബസ് അറ്റകുറ്റപ്പണികൾക്കായി ബാംഗ്ലൂരുവിലേക്ക് തിരിച്ചു. പിന്നീട് നീണ്ട 5 മാസത്തിനൊടുവിലാണ് ബസ് വീണ്ടും സർവീസിനൊരുങ്ങുന്നത്. 26 സീറ്റ് മാത്രമുണ്ടായിരുന്ന സീറ്റുകൾ 37 ഉയർത്തി. ശുചിമുറി നിലനിർത്തി 2 ഡോറുകൾ ഉള്ളത് 1 ഡോർ മാത്രമാക്കി. എസ്കലേറ്റർ ഒഴിവാക്കിക്കൊണ്ടാണ് പുതിയ രൂപമാറ്റം വരുത്തിയിരിക്കുന്നത്. 1280 രൂപയായിരുന്നു ബസിന്റെ ടിക്കറ്റ് ചാർജ്. എന്നാൽ ബാംഗ്ലൂരിൽ നിന്നും ഇത്തവണ കോഴിക്കോട്ടേക്ക് ഈടാക്കിയത് 930 രൂപയാണ്. നിരക്ക് കുറയാൻ സാധ്യതയുണ്ട്. അത് സർക്കാരിൻ്റെ ഒരു അംഗീകാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സർവീസ് ഓപ്പറേഷൻ അതുപോലെ തന്നെ മേലെ കേന്ദ്ര ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ബാംഗ്ലൂർ സെക്ടർ തന്നെ ആയിരിക്കും സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സമയമൊന്നും തീരുമാനിച്ചിട്ടില്ല. അത് 4 മണിയായിരുന്നു. നമുക്ക് ഒരു ബസ് മാത്രം ഉള്ളതുകൊണ്ട് രാവിലെ പോയിട്ട് തിരിച്ചു വരണമല്ലോ. ആ ഒരു നിരക്ക് നമ്മൾ 4 മണിക്ക് തുടങ്ങിയിരുന്നത്. 4 മണിയുള്ള സമയം കുറച്ച് പ്രയാസപ്പെട്ട സമയമാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട്. നവകേരള ബസ് കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിലേക്ക് പുറപ്പെടുന്ന സമയം പുലർച്ചെ 4 മണിയാണ്. ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സമയക്രമം മാറ്റാനും ആലോചനയുണ്ട്. അതേസമയം സർവീസ് എന്നു മുതൽ ആരംഭിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.